ധാന്യപ്പൊടിയിൽ ഇസ്രായേലിന്റെ മരണക്കെണി. ഗസയിൽ വംശഹത്യക്കായി മയക്കുമരുന്ന് പ്രയോഗം. ഇസ്രായേൽ അധിനിവേശത്തെ തുടർന്ന് കൊടും പട്ടിണിയിലായ ഗസയിലെ പലസ്തീനികൾക്ക് വിതരണം ചെയ്യുന്ന ധാന്യപ്പൊടികളിൽ മയക്കുമരുന്ന്. അർബുദ രോഗികൾക്ക് വേദന സംഹാരിയായി ഡോക്ടർമാർ എഴുതുന്ന ഓക്സിഡോൺ മരുന്നാണ് US നിയന്ത്രണത്തിലുള്ള സന്നദ്ധ സംഘടന വിതരണം ചെയ്യുന്ന ധാന്യപ്പൊടിയുടെ ബാഗിൽ കണ്ടെത്തിയത്. ഗസയിലെ സർക്കാർ മാധ്യമമാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. തുടർച്ചയായ ഉപയോഗത്തെ തുടർന്ന് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന മരുന്ന് ധാന്യപ്പൊടികളിൽ ചേർത്ത നിലയിലാണ്. ഗസയിലെ ഉപരോധത്തിന് ഇളവ് നൽകുന്നുവെന്ന പേരിൽ ഇസ്രായേൽ ആരംഭിച്ച സഹായ വിതരണത്തിന്റെ മറവിലാണ് മരണക്കെണി. US നിയന്ത്രണത്തിലുള്ള ഗസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ GHF എന്ന സംഘടന വിതരണം ചെയ്ത ഭക്ഷ്യക്കിറ്റിലാണ് മയക്കുമരുന്ന് ഉൾപ്പെടുത്തിയത്. ദുരിതാശ്വാസ ട്രക്കുകൾ കടത്തിവിടാതെ ഫലസ്തീനികളെ പട്ടിണിക്കിടുകയായിരുന്ന ഇസ്രായേൽ അന്താരാഷ്ട്ര സമ്മർദ്ദത്തെ തുടർന്ന് ഭാഗികമായി അതിർത്തികൾ തുറന്നതിന് പിന്നാലെയാണ് GHFനെ രംഗത്തിറക്കിയത്. ഇസ്രായേൽ സൈന്യത്തിന്റെ മേൽനോട്ടത്തിലായിരുന്നു GHFന്റെ സഹായ വിതരണം. ഗസയിലെ സാധാരണക്കാർക്കെതിരെ നടത്തുന്ന ഹീനകൃത്യമാണിതെന്നും ഇസ്രായേൽ നടത്തുന്ന വംശഹത്യയുടെ തുടർച്ചയാണെന്നും ഗസയിലെ സർക്കാർ മീഡിയ ഓഫീസ് പറഞ്ഞു. സാധാരണക്കാർക്കെതിരെ മയക്കുമരുന്ന് ആയുധമായി ഉപയോഗിക്കുന്നത് കുറ്റമാണെന്നും മീഡിയ ഓഫീസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടി. തെക്ക് മധ്യ ഗസയിലായി സഹായ വിതരണത്തിന് 4 കേന്ദ്രങ്ങളായിരുന്നു GHF തുറന്നത്. വടക്കൻ ഗസ ഒഴിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് നടപടിയെന്ന് ആരോപണമുയർന്നിരുന്നു. UN വഴിയുള്ള സഹായ വിതരണത്തെ മറികടക്കാനുള്ള നീക്കത്തിനെതിരെ അന്താരാഷ്ട്ര സമൂഹവും രംഗത്തെത്തിയിരുന്നു. GHFന്റെ സഹായ വിതരണ കേന്ദ്രങ്ങൾക്ക് സമീപം മെയ് 27 മുതൽ ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണങ്ങളിൽ 549 ഫലസ്തീനികളാണ് കൊല്ലപ്പെട്ടത്. 4000-ലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഫലസ്തീനികളുടെ ജീവൻ അപകടത്തിലാക്കുന്ന പ്രവർത്തനമാണ് GHF നടത്തുന്നതെന്നാണ് ഫലസ്തീൻ അഭയാർത്ഥികൾക്കായുള്ള UN ഏജൻസിയായ UNRWA ചൂണ്ടിക്കാട്ടിയത്.